പ്രിയപ്പെട്ട ഹുസൈൻ സലഫി ഉസ്താദെ, ഇതൊക്കെ അവരോട് ചോദിക്കാൻ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊരു യോഗ്യത വേണ്ടേ ചോദിക്കാൻ? ഈ തമ്മിലടിക്കുന്ന വിഷയത്തിലും ഈ തെരുവിലടിക്കുന്ന വിഷയത്തിലും അവരെക്കാൾ എത്രയോ പരമദയനീയമായ സ്ഥിതിയാണ് നിങ്ങളുടേത്. ഈ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ വിശ്വാസപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴും ഒരു ജിന്നിൻ്റെ കൂട് തുറന്നു വിട്ട് ആ ജിന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എവിടെ കയറി, ഇന്നാൾ പറഞ്ഞതെന്തുവാ, അപ്പം പറഞ്ഞതെന്തുവാ, മറ്റേ പുസ്തകത്തിൽ എന്തുവാ, പണ്ട് പറഞ്ഞതെന്തുവാ, പോക്കറ്റ് വെച്ചതെന്തുവാ, മടിയിൽ വെച്ചതെന്തുവാ, പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടത് എന്താണെന്ന് ചോദിച്ച് തമ്മിലടിച്ച് കിടന്ന് തെക്ക് വടക്ക് അടിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ കയറിയിട്ട് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രച്ഛന്നവേഷം പരിശോധിക്കുന്നു, ഈ സംഗീതം പുറത്തേക്ക് വരുമ്പോൾ അത് മൂളുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുന്നു. ഇങ്ങനൊക്കെ നടന്ന് ഈ നിങ്ങൾ സമസ്തയുടെ പാരമ്പര്യവാദത്തെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത് താങ്കൾ ഈ വാക്കുകളിൽ പുച്ഛിക്കുന്ന ആ പദങ്ങളും പരിഹാസങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് പിണ്ണാക്കാ നിങ്ങളിതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഇനി അഥവാ ഈ മുജാഹിദ് ആശയങ്ങൾ മനസ്സിൽ കയറ്റിയവർക്ക് പോലും നിങ്ങളെപ്പോലുള്ളവരോടൊക്കെ വെറുപ്പാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ നിശബ്ദമായി നിങ്ങൾ പറഞ്ഞ സലഫി ആശയങ്ങളുമായി ജീവിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അവരൊക്കെ വിചാരിച്ചത് നിങ്ങളൊക്കെ വലിയ എണ്ണയിൽ പൊരിച്ചെടുത്ത ആളുകളും പറയുന്നത് പോലെ ചെയ്യുന്നവരുമാണെന്നാണ്. പക്ഷേ തമ്മിലടിച്ച് നാനാവിശേഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കടത്തലല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പണി? ഞാൻ ഈ KNM ഔദ്യോഗിക വിഭാഗത്തിലെ ആളുകളോട് ഒരിക്കൽ ഒന്ന് ചോദിച്ചു, ഈ നിങ്ങളെന്താ ഇപ്പോൾ സജീവമായിട്ടൊക്കെ രംഗത്തിലേക്ക് ചോദിച്ചപ്പോൾ ഞങ്ങളുണ്ട് സാറേ, പക്ഷേ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ജോലി ഇപ്പോൾ ഹൈക്കോടതിയിലെ ദഴവത്താണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ ഓരോ സ്ഥലങ്ങളിലും 2 വിസ്ഡം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത കുഞ്ഞുങ്ങളോ രംഗത്തിറങ്ങി ആ പള്ളി ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് കയറി, ഇല്ല ബാബരി മസ്ജിദിൻ്റെ മുന്നിൽ ഈ രാമജന്മഭൂമി കർസേവ നടന്നതുപോലെ നിങ്ങളൊക്കെ ആത്മീയ കർസേവ നടത്തി അതിൻ്റെ കേസും വഴക്കുമായി എല്ലാ ദിവസവും 25 നോട്ടീസ് അയക്കുന്ന ജോലിയാണ് ഇപ്പോൾ പ്രധാനമായും KNM ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇങ്ങനെ ആക്കിയതിന് പിന്നിൽ സമസ്തയ്ക്കോ മറ്റവർക്കും വല്ല പങ്കുമുണ്ടോ? നിങ്ങളല്ലേ ഇങ്ങനെ സ്വയമായി തീർന്നത്? പിന്നെ മരണപ്പെട്ടു പോയ മുല്ലക്കോയ തങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പോവാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നതൊക്കെ എത്രയോ തെറ്റായിപ്പോയി എൻ്റെ ഹുസൈൻ സലഫി. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ആളുകൾ കണ്ട ആവേശം കൂടിയതാണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ റഹ്മത്തുള്ള കാസിമിയുടെ എഫക്റ്റ് നിങ്ങളിൽ കയറിയതാണോ, അതോ എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ശാന്തമായി എവിടെങ്കിലും ഇരുന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് സ്വയം ഒന്ന് ആലോചിച്ച് ഇനിയെങ്കിലും നിങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഈ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും സംഗതികളാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ പറയുന്ന സംഗതികളൊക്കെയായി എത്ര നാൾ ഇങ്ങനെ ഈ കലാപ്രസംഗം പറഞ്ഞ് മുന്നോട്ട് പോകാനൊക്കും? അതുകൊണ്ട് ശാന്തമായി ശരികളിലേക്കും സമാധാനത്തിലേക്കും വരൂ. നിങ്ങൾ നിങ്ങളുടെ സംഗതികളുമായി ജീവിച്ചോളൂ. പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരം അഭ്യാസങ്ങൾ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ സമസ്തയിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ സമസ്തയൊക്കെ ഒരു കടൽ പോലുള്ള സംഘടനയാണ്. അതിനകത്ത് ചെറിയ ഒരു കുളത്തോളമോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോളമോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. ആ പറയുന്നതിനും ആ പ്രശ്നത്തിനുമൊക്കെ അതിൻ്റെ ഒരു അന്തസ്സും യോഗ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ കിണർ മാത്രം കുത്തി ഇതിനെയെല്ലാം വെല്ലുവിളിക്കാൻ ഇറങ്ങിയ നിങ്ങളിപ്പോൾ അതിൻ്റെ ഓരോ തൊടികളും ഇളക്കി തലയെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് എൻ്റേതാണ് യഥാർത്ഥ കിണറെന്നും പറഞ്ഞ് അതിൻ്റെ കരയ്ക്ക് കയറിയിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ? കഷ്ടം.